സിംബ കിടന്ന് കരയുന്നുണ്ടല്ലോ, കുരയ്ക്കുന്നുണ്ടല്ലോ. മറ്റവനെ കണ്ട് വന്നെന്ന് തോന്നുന്നു. അവനെ കണ്ടു കഴിഞ്ഞാൽ ഇവന് അലിപ്പ. അവനെ അഴിച്ചു വിട്ടേക്ക്, ഇവനെ പിടിച്ചിട്ടേക്കുമല്ലേ. ഇതാക്കണ്ടോ, അത് തന്നെ സംഭവം. മറ്റവൻ വന്ന് ഇവിടെ ഇരിക്കുകയാണോ, നേരം വെളുത്തുള്ള. സീരിയസ് ആവുകയാണോ കളിച്ച് കളിച്ച്? അങ്ങോട്ടല്ല അങ്ങോട്ടല്ല, പോടാ, പൊക്കോ പൊക്കോ, അങ്ങോട്ട് പോകൂ.
ഐഡിയ എനിക്ക് തോന്നിയില്ല. നമ്മളെ കാണുന്നില്ലല്ലോ. അത്ര വളഞ്ഞൊന്നുമില്ല, എനിക്കറിയായിരുന്നു. കണ്ടാ ഇത് വളഞ്ഞാണ് വളഞ്ഞല്ലേ? വളഞ്ഞില്ല. വളഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വറക്കാനോ കഴിക്കാനോ ഒക്കെ പറ്റും. വറക്കാൻ പറ്റുമെന്ന് പറ. നോക്ക്, വേവിക്കാം, വറക്കാൻ പറ്റും. പാടി പോളി വറക്കാൻ പറ്റും. എന്നാൽ വറുത്താലോ? വറക്കാം നമുക്ക്. ചക്കക്കുരു മൂത്തല്ലേ? എണ്ണ മേടിക്കാം. ആണല്ലേ? ഭയങ്കര ഷോ വെക്കുന്നേ. വറക്കാലോ, പിള്ളേർക്ക് ഇന്ന് ഇപ്പം സ്നാക്സ് ചോദിക്കുമ്പോൾ കൊടുക്കാമല്ലോ. മതി മതി, സന്തോഷം. വേവിക്കണ്ട, വറുത്താൽ മതി. പിന്നെ ഇത് വേവിച്ചില്ല, ഇത് ചക്ക വല്ലപ്പോഴും ഇടും, എന്താ വേണം വറക്കാൻ. എന്നാ പപ്പയോ? അപ്പം ഞങ്ങൾ കെട്ടിച്ചു വിട്ടു. അതാ പിന്നെ എന്തിനാ ചോദിക്കുന്നേ? അറിയാമല്ലോ. ദേ ഇന്ന് പോയി പല്ലൊക്കെ അങ്ങോട്ട് തേച്ചേ. ഇന്ന് നമുക്ക് ഒരു മുണ്ടക്കയം വരെ പോകണം കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോഴല്ല, ഞങ്ങൾക്ക് പോകണം. അപ്പം നേരത്തെ പണിയൊക്കെ നീ തീർത്തിട്ട് വേണം പോകണം. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പെട്ടെന്ന് നിന്നെ പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് പോവാൻ. മോനെന്തിനാ? ആലോചിക്കാം. അതിൻ്റെ മോനെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴേ തുടങ്ങും. സാമ്പാറിന് എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. ചേച്ചി പെണ്ണ് പേസ്റ്റ് എടുത്ത് തരും. പൊന്ന് നല്ല സൂപ്പറായിട്ട് പല്ല് ബ്രഷ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഒന്നാന്തരം ഗോതമ്പ് ദോശയും സാമ്പാറും. മതിയായി. അയ്യോ, അത് പറഞ്ഞപ്പോഴേ എൻ്റെ കൊച്ചു ഓടിയടി. അയ്യോ, വിവരം വെച്ച എല്ലാത്തിനും പറ്റിക്കാൻ പറ്റില്ല ഇനി. ദേവി, മൂത്രത്തേക്കെല്ലാം ഉള്ളവർക്ക് കടിഞ്ചായ കുടിക്കാവോ? കടുങ്കാപ്പി കുടിക്കാവോ? അതുകൊണ്ടാണ് കാപ്പി കുടിക്കുന്നത്. ശാംഭവി കൊണ്ട് എപ്പോഴാ പോകണ്ടേ? ഞങ്ങളോട് ഇപ്പൊ തന്നെ പോണം. അമ്മ പോയി ടോക്കൺ എടുത്ത സമയത്ത് നമുക്ക് അവളെ ഒരുക്കി കൊണ്ട് പോകണം. നരടിച്ച് എണ്ണ കൂടെ ഒഴിച്ചിട്ട് നടത്തി. അത് ഞാനല്ലേ കൊണ്ടിരുന്നത്, അങ്ങനെയല്ലോ കൊണ്ടുവരും. ഒരു കുട ഇവിടെ വെച്ചാൽ ഒരു കുട കൊണ്ടുപോകുന്നുണ്ടേ. ലത്തീംപള്ളിയിൽ അറിയാവോ? ആ അതാ പറഞ്ഞ, അവിടെയാന്നാ പറഞ്ഞേക്കുന്നത്. ആ ഗേറ്റിനകത്തുള്ള. എന്നാ വിളിക്കണ്ട, പൊക്കോ കയറിയെങ്കിൽ. ഞാൻ പൈസ ശാമന അങ്ങോട്ട് പോയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ നിന്ന് പോവുകയാണ്. നാരായണി ശാംഭവിയുടെ അപ്പനും കൂടെ പറയാൻ പറ്റും. ഞാൻ വിളിക്കുമ്പോൾ എല്ലാം വിളിക്കുമ്പോൾ ശരിയാക്കി വെക്കണേ. ഫോൺ എടുക്കാൻ പറഞ്ഞു ചപ്പയുടെ. ഫോൺ എടുക്കാൻ പറഞ്ഞില്ല. ഒരു നിർത്തിവെക്കാരെ വിളിക്കുമായിരിക്കും. ജയ പോയിട്ടുണ്ട്.
ഇനി വിളിക്കും അവിടെ ചെന്നിട്ട് ഇവളുടെ സമയമാകുമ്പോൾ. അപ്പം ശാംഭവിയും കൊണ്ട് മുണ്ടയ്ക്കാൻ പോകണം. വരാം എടുക്കട്ടെ. ഇപ്പോഴാവും തൊട്ട് പോകല്ലത് അത് തോന്നാം അരക്കാവും. ആരാണ് നിന്നോട് വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ? നാരായണി മാത്രം. ഇപ്പം നമ്മളിപ്പോൾ തന്നെ വരുമല്ലോ, ഇറങ്ങിക്കോ. വരുമോ? ഇല്ല, നമ്മൾ നടന്നാ പോണേ. ഒക്കെ നടന്നു പോവാം. എനിക്ക് തേമുട്ടാ മതി. ബസ്സൊക്കെ എന്നൊക്കെ തേമയും സാമയും കണ്ടിട്ട് വഴക്കുണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം മുട്ടായിയുടെ കാര്യം. അലമ്പാണെങ്കിൽ ജയമീൻ ശ്യാമയും എടുത്തു പോകണം. അപ്പയും ശ്യാമയും എടുപ്പുമാവോ? ജയമീൻ ശ്യാമയും എടുത്താൽ ശ്യാമയും എടുത്തു പോവാം. അപ്പൻ ജയമീൻ ജയമ എടുത്തു പോകുന്നു. എന്നാടി പറയുന്നത്? സംസാരിച്ചിട്ട് വന്നു. ജയമ എവിടെയൊക്കെ ആ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് പാല് മേടിക്കാം. പാലൊന്നും ഇപ്പം അല്ല, വൈകിട്ടല്ലേ മേടിക്കുന്നത്. ജയമ മേടിക്കോ? അപ്പൊ ഇതാ അപ്പേ? ഇതാ വീടതാ. അപ്പം ഇപ്പം അല്ലേ മേടിക്കുന്നത്. അപ്പ ഹോട്ടലിൽ പോകണ്ട. ഹോട്ടലിലോ? ഒന്നും പറ്റില്ലപ്പാ. പാല് മേടിക്കണം. അപ്പം അത് നിന്നെ നോക്കുന്നത് ഇവിടെ പാലുണ്ടാവും. പോയിട്ട് വരുമ്പോൾ തരാം. നല്ല തിരക്കാണ്. ആരോടാടി? ഓട്ടോയ്ക്കൊന്നും പോകണ്ട, നടന്നു പോകാം. അത് ഇവിടെ അടുത്താ. ചേച്ചാച്ചി വാ. ഒന്നുമല്ല, മുളങ്കയം. ഇതാണ് മുളങ്കയം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ കുളിച്ചിട്ടോ? അവിടെ കുളിക്കൊന്നും വേണ്ട, തന്നെ വെള്ളമാണ്. ചക്കയൊക്കെ വിൽക്കാൻ വന്നിട്ടുണ്ടല്ലോ. അച്ചറപ്പണ്ണൻ ഇഷ്ടം പോലെ ചക്ക. അച്ചറപ്പണ്ണൻ കണ്ടോ? ചക്കയൊക്കെ ആയല്ലോ. വരാം. അച്ചറപ്പണ്ണൻ അപ്പലിൻ്റെ അച്ഛൻ. അപ്പലിൻ്റെ അത്ത. അപ്പലിനെ അറിയാവോ? റിയാസിനെ അറിയോ? റിയാസിൻ്റെ അത്തായ. നടന്നു ഇവിടുത്തെ അടുത്താടി. ഓട്ടോയോ? പിന്നെ ആട്ടെ. കലം കണ്ടോ? കലം വിൽക്കാൻ. കലം കണ്ടോ വിൽക്കാൻ വെച്ചേക്കുന്നത്? കലം കഞ്ഞി ഉണ്ടാക്കണം. ഇത് പച്ചക്കറി. ഇതിലെ പോ.
കാത് കുത്താൻ നമ്മൾ ഇതിലെ കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും കാത് കുത്താൻ പോകുന്നതാണോ ഇതിലെ പോകുമ്പോൾ? ആ പിന്നെ നമ്മൾ വേറെയൊക്കെ എവിടെയൊക്കെ പോകും, മുണ്ടക്കൊക്കെ പോകുന്ന ഇല്ലല്ലേ? പിന്നെ ബസ്സിലോ? ബസ്സേ പോകുന്നില്ല നമ്മളത് ഇവിടം വരെ, അതെ ആ കെട്ടിടത്തിലാണ്. ബസ്സിലല്ല എടീ, ബസ് ചുമ്മാ ഇട്ടേക്കുന്ന ഇവിടെ പോകത്തില്ലത്. ആ ബസ് പോകില്ല, അതുകൊണ്ട് അടച്ചിട്ടേക്കുക. ആരാന്ന് ചോദിച്ചാൽ നീ എന്ത് പൗഡർ ഇട്ടേക്കുന്നത്? ഒരു പിള്ളേരുടെ ബസ്. സ്കൂളിൽ പോവാണ് എന്തും ബസ്സിന് പോകാമല്ലോ. എന്നോ കുട്ടപ്പായി ജാനുണ്ട് എല്ലാം സാമ്പയുടെ പിള്ളേരല്ല, അമ്മയോ? ആ എല്ലാം സാമ്പയുടെ പിള്ളേരാ. ശ്യാമമ്മ രാജാച്ചിട്ട് പോയില്ല, മുണ്ടക്കത്ത് പോയി ശ്യാമമ്മ. നാളെ ഇതുണ്ടോ? അങ്ങോട്ട് അങ്ങോട്ട് പോവാം. ജയന്തി നോക്കട്ടെ. ഞാനാ അവിടെ ഒരു കസേര ഉണ്ടല്ലോ, അവിടെ കൊണ്ടിരിക്കുന്നത് പാടുന്നിരിക്കുമായിരിക്കും. അച്ഛൻ്റെ പേര് ആ വൃത്തിൻ്റെ പേര് ബാബു. അച്ഛൻ്റെ പേര് ബാബു, അമ്മയുടെ പേര് ജജനി, അമ്മയുടെ നിന്റെ പേരനാണ്? നിന്റെ പേരനാണ്? അങ്ങോട്ട് പറ, എന്നോടാണോ? കോട്ടയത്ത് നമ്മൾ കൊടുത്ത സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളതും. പക്ഷേ ഇവിടെ കൊടുത്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിപ്പം ഇവിടെ നിന്ന് ഇപ്പം എന്നാ ഒന്നും അറിയത്തില്ല. വീണ്ടും കൺഫ്യൂഷനാണ് കാര്യങ്ങൾ. നമ്മളിപ്പം വീട്ടിൽ പോകുന്നു, പുറത്തോടെ പോകും. ആ മുണ്ടക്കാൻ പോവാം, നിന്നെ കൊണ്ടുപോകാം. അലപ്പല്ലേ നീ? ബസ് വരുന്നു, ബസ് പോട്ടെ. വേണ്ട, അതിന് അങ്ങോട്ട് പോകണം ബസ്. നീ വണ്ടിയല്ല ഇങ്ങോട്ട് പോകണം. നിന്നെ പിടിച്ചാൽ അവിടെ ഇരുത്തി ഞാൻ തണ്ണിമത്തൻ്റെ അവിടെ. കാറാരല്ല പോകുന്നത്, നടന്നാ പോകുന്നത്. അപ്പോ കപ്പ ഉണ്ടെങ്കിലല്ലേ? ഇല്ലല്ലോ. കപ്പയില്ലേ? ഇല്ല, അടങ്ങിയില്ലടി. ചക്കയുണ്ട്, മതിയോ? ചക്ക അപ്പുറത്തിരിപ്പുണ്ട്, മേടിച്ചോണ്ട് നോക്കൂ. വിലക്കാ?
രണ്ട് വേണ്ട 100 രൂപയ്ക്ക് പോരാ. 100 രൂപയ്ക്ക് 2.5 കിലോ അല്ലേ? ഒരു 100 രൂപയ്ക്ക്. തമിഴ്നാട് വേണം, കേരള വേണം. ഓ തമിഴ്നാട് അത് മതി. കേരള ചിലപ്പോൾ കയ്പാണ്, പണി കിട്ടും. ഇതാരടി? ഇതാളറിയോ? $2.5 കിലോ കപ്പ ഉണ്ട് കസ്റ്റമർ കൊടുക്കാൻ. 2.5 കിലോ കപ്പ അത്യാവശ്യം കസ്റ്റമറിന് കൊടുക്കാൻ. ചുമല മതിയേ. നിനക്ക് ഇറങ്ങി വരത്തില്ല വിളിക്കുമ്പം. വേണ്ട ഇവള് ചുമ്മാ പറയുന്നത് കേട്ടോണ്ട് പഴം. ആ പിന്നെ ഓട്ടോ വിളിച്ച് വിടറേ എത്ര പെട്ടെന്ന്. ആർക്കടി പഴം? അവൾ ആ പഴം തിന്നത്ത് പോലും ഇല്ല, അറിയാവോ? കപ്പയുടെ കൊടുക്കുന്നില്ലേ? ആ കൊടുക്കാം അങ്ങോട്ട്, ഞാൻ തരാം. അപ്പൊക്ക് തണ്ണിമത്തം വെള്ളം കൊടുക്കല്ലേ, തന്നെ വെള്ളം. കസ്റ്റമറായിരുന്നു. ആ ഞാൻ അങ്ങോട്ട് വരാം, നോക്കട്ടെ ആരാ ഉള്ളത്. ആ അവനേ ഉള്ളൂ. ആ അവൻ വരും, ബാ. ചേച്ചി വരാൻ പറഞ്ഞാൽ ചേച്ചാൻ വരുന്നതുകൊണ്ട് ചേച്ചാച്ചന് കൊടുത്തു വിടാനും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതിന് വന്നോ. നിനക്ക് നിന്റെ അപ്പൻ്റെ പോകാല്ലോ കേൾക്കുന്നേ, പിന്നെ അമ്മക്ക് എനിക്ക് കിട്ടത്തില്ല. പോരെ ഒരു കിലോ ചേച്ചാൻ അത് ചേട്ടയ്ക്ക് ഇന്ന് തിരക്കാന്ന് പറഞ്ഞിട്ടല്ലേ? ഇന്ന് തന്നെ അവിടെ തിരക്ക്. ഒന്നുകൂടെ പോകേണ്ടത് ഇപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കേസല്ലേ? ഇല്ല പുള്ളിയാ. പച്ചക്കറി കപ്പ വെള്ളം കൂടി ചെന്നിരുമോനെ. എനിക്ക് ഇപ്പോൾ തായ്ക്കാൻ കണ്ടവൻ താഴാൻ തുടങ്ങി.
ഇതെന്നത്തിനാ? ബീഫിനോ? ചേട്ടനെ ഇങ്ങോട്ട് വരുമ്പോ ബസ്സാണ് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അല്ല, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. മഴ പെയ്യുന്നുണ്ട്. ചേട്ടായി വന്നു. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടായി വന്നു. ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ല, ചേച്ചാച്ചി വന്ന ഇവിടെ കാണത്തില്ലേ കുഞ്ഞെ? ഇവിടെ കാണത്തില്ലേ? എടി വന്നിട്ടില്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെ കാണിക്കും? സോഡ അടി, സോഡ. നീ ഉദ്ദേശിക്കുന്ന മറ്റേ പിന്നെ അയ്യേ, സെവനപ്പ് അല്ലടാ, മധുരം ആന്നുകൊണ്ട് സെവനപ്പ് മേടിക്കത്തില്ല, വെറും സോഡ മാത്രം. അതിനോട് നാരങ്ങ വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ല നാരങ്ങ വെള്ളം ഒന്നും നാരങ്ങ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടത്തില്ല. നീ വിചാരിക്കുന്ന സാധനം അല്ല ഇത്. നാരങ്ങ വെള്ളം കുടിക്കുന്ന ഒരു മോള. എടി, പച്ചവെള്ളം അടി. ഇത്തിരി തന്നെ ഞാൻ നോക്കിട്ട് പറയാം. പിന്നെ പച്ചവെള്ളം, പച്ചവെള്ളം, വെറും പച്ചവെള്ളം, സോഡ. ഷാമ്പു വലിയ കെമിക്ക് ഷാമ്പു കുടിക്കാൻ വന്നിട്ട് തിരിച്ചു തരുവാണേ. ആന മോനെ വേണ്ടാത്ത അങ്ങനെ പറയില്ലടാ, എന്റെ പൊന്നല്ലേ. ഇത് മാത്രം സെവനപ്പ് മാത്രം കുടിച്ചാൽ പോരല്ലോ. നാരായണി ആർക്കും വേണ്ട. അല്ല പിന്നെ അല്ല, ഇത് ആർക്കും വേണം. പിന്നെ പിടിച്ച് കടിക്കത്തൊന്നുമില്ല. ഇത് നല്ല തണുപ്പുണ്ടടി. ശ്യാമളമ്മയ്ക്ക് തണുപ്പല്ലേ വേണ്ടേ? തണുപ്പല്ല, നല്ല തണുപ്പ്. കാണിച്ചായിരുന്നു പട്ടിയിറച്ചി. പട്ടിയിറച്ചി, ഇത് പട്ടിയിറച്ചി എന്ന് പറഞ്ഞാൽ പട്ടിയെ കൊന്നുള്ള ഇറച്ചി എന്നർത്ഥം. പട്ടിക്കുള്ള ഇറച്ചി എന്ന് പറ. പട്ടിക്കുള്ള പോത്തിറച്ചി. ഇതുവാ ഇത് പട്ടിയിറച്ചി. അയ്യേ, നമ്മളെ എനിക്കൊരു തോന്നുന്നുണ്ട്. എനിക്ക് തിരിച്ചു വരാൻ പറയാമോ? ഇല്ലായിരിക്കുമല്ലോ. വേണ്ട, പറയാൻ പറ്റത്തില്ല. സമ്മതിക്കില്ല, ആൾക്കാർ സമ്മതിക്കില്ല. താഴെ ഉറപ്പ്. അതിന്റെ പണ്ട വെക്ക്, ശ്യാമള ഇരിക്കുന്ന സൈഡിലോട്ട് വെക്ക്. പട്ടി പോയാ? ആ പട്ടി ഇവിടെ കോഴിക്കോടിൻ്റെ അടിയിലുണ്ട്. മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കുറേ നേരമായിട്ട് മൂടലായിരുന്നു. മറ്റേ പുള്ളി ഇനി കുത്തത്തില്ലായിരിക്കും. ഇന്നലെ ഊരിയിട്ടായിരുന്നു വെള്ളത്തിൻ്റെ. പുള്ളിക്ക് പേടിയായിരിക്കും ഇനി നിറയുമെന്ന്. എന്നാലും കുത്തിയിട്ടില്ല. ഇനി പിന്നെ ഞാൻ അങ്ങനെ കുത്തത്തൊന്നുമില്ല. പുള്ളിക്ക് വേണം കുത്താൻ പറഞ്ഞാൽ കുത്തുക, അല്ല ഞാൻ കുത്തുകയില്ല. അത് തന്നെയല്ല, നമ്മുടെ വെള്ളം മതി. ഇനി പുള്ളിയുടെ വെള്ളം നമുക്ക് ആവശ്യമില്ല. നിറയും ഇതേ തന്നെ നല്ലപോലെ വെള്ളം വരുന്നുണ്ട്. കരുവാണെ കുത്തും, അല്ല ചോദിക്കൊന്നുമില്ല. പുള്ളിക്ക് പിടിക്കാൻ ഊരിയൊന്നും അല്ല. ഇങ്ങനെ നിറഞ്ഞിരിക്കുമായിരുന്നു പാത്രം. എന്നാൽ ഇപ്പോൾ പറയുകയല്ലേ കുത്തിക്കോളാൻ? പറയുന്നില്ലോ. ചുമ്മാ പോകുമായിരുന്നു ഇന്നലെ വെള്ളമില്ല. വൈകിട്ടൊക്കെ രാത്രി വരെ. എവിടെ? ആ ബക്കറ്റിൽ നിന്നൊന്ന് പിടിച്ചൊന്ന് കാണിച്ചേ. ആ ബക്കറ്റിൽ നിന്ന് നമ്മുടെ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം പിടിച്ചു വയ്ക്കും. അല്ലാതെ അവിടെ വരുന്ന വെള്ളം ഒന്ന് പിടിച്ചു വയ്ക്കും. ആ ഈ ടാങ്കിനകത്തുള്ള വെള്ളമോ? വേണ്ട 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 പണിയാ അപ്പുറത്തോട്ട് വെക്കാം. ഇങ്ങോട്ടല്ലേ ഇതിനകത്തോട്ട് വെക്കാം. കളയോ? കപ്പയ്ക്ക് എപ്പോഴും നല്ല വെള്ളം വെക്കണം കേട്ടോ. ഒരു സ്ഥാനത്ത് വെള്ളം വെക്കുക. ഇനിയിപ്പോ ഇതും കൂടെ ഉള്ളൂ. ഈ
പുലിയും കൂടെ വരുമ്പോ എല്ലാം കറക്റ്റ് ആവും. ചേട്ടാ പുള്ളിയുടെ പേരുന്ന ഭീമനെ അറിയോ? ഭീമൻ, മഹാഭാരതത്തിലെ ഭീമൻ. ഭീമൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരാഹാരം മുന്നിൽ വെച്ച ആദ്യം അതിനെ നമ്മളൊന്ന് തൊട്ട് നമസ്കരിക്കുക, എന്നിട്ട് അതിൻ്റെ സ്മെല്ല് ആദ്യം ഒന്ന് ആസ്വദിക്കുക, എന്നിട്ട് പതിയെ അതിനോട് ബഹുമാനത്തോടെ ആഹാരം കഴിക്കുക. അല്ലാതെ ഇങ്ങനെ പിടിച്ച് എൻ്റെ ഭഗവാനെ എനിക്ക് പറ്റുന്നില്ല. ഭീമൻ്റെ അത്രയും വേണ്ടല്ലോ. അത് ഇതിൻ്റെ മുന്നേ പറയുന്നില്ല, ഞങ്ങൾക്കറിയാലോ ഭീമൻ അത്രയും വേണോ വേണ്ടെന്നുള്ളത്. എന്തോന്നൊക്കെയാ തള്ളാലോ, എങ്ങനെ വേണേലും തള്ളാം. ഇന്ന് ശ്യാമളമ്മയെ കൊണ്ട് കറി വെപ്പിച്ച്. ഇടി വെട്ടുന്നുണ്ട്. വെള്ളം കൊണ്ട് ഇറങ്ങിയല്ലടി. ഇതെന്നു വെച്ചാ മറ്റേ മണിച്ചത്താടിനകത്തെ പപ്പോ വെള്ളത്തിൽ ചവിട്ടുന്നില്ല. അതിനെ വരാത്ത ജയച്ചാച്ചന് ഇഷ്ടമില്ലേ? പിന്നെന്നാ നീ എന്നെ വെളി ഇറങ്ങാത്ത? ഈ വെള്ളം കിടക്കുന്നുണ്ടാണോ? അത് കൂടെ ചാടിയാൽ മതി ഇങ്ങനെ വെള്ളത്തിൽ മേളിൽ കൂടെ. പിന്നെ അവിടെ നിന്നാ മതി. മഴ പെയ്തു അത്യാവശ്യം, കുഴപ്പമില്ലായിരുന്നു. അതുപോലെ ഉള്ളായിരുന്നു ഇവിടെ, നിലത്തത്ര ഒന്നും ഇല്ലായിരുന്നു. ജയച്ചാച്ചൻ റോസ് ഷർട്ട് ഇട്ടുകൊണ്ട് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ റോസ് ഇട്ട്. എന്നെ മേടിച്ചോ? ഞാനൊരു കോഴിയെ മേടിച്ചു. പോയടി. കാലം തോർന്ന് ഇതിനകത്തോട്ട് മാറ്റി വെക്കാം. ചെന്നാ അവിടെ എടുത്ത് കൊടുത്തോളൂ വരയ്ക്കും കയ്യിലേ. പിന്നെ അവരെ എടുത്ത് കൊടുക്കും അവിടെ വല്യപ്പനെ. എന്ത് പോകാം. എന്നാ സാധനം ഇത്? തണുപ്പ് തീർന്നല്ലേ? കാണിക്കും. അതെന്നാ സാധനം? ഗ്ലൗസ് എന്നതിനാ? അയ്യോ ഇത് നന്നായി. എനിക്ക് സ്കൂട്ടി ഓടിക്കുമ്പോഴേ ഇത് ഏത് ജന്മത്തിനാണ് എനിക്ക് ഓടിക്കുമായിരിക്കുമല്ലോ. എന്നാ എത്ര ജന്മം? ഇനി അടുത്ത ജന്മത്തിന് സ്കൂട്ടി ഓടിക്കുന്നുള്ളൂ. ഓടിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല, സാഹചര്യമില്ല, സ്കൂട്ടിയില്ല, പേടി എന്നത്. അതിനേക്കാളും പേടിയുള്ളവരൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ അങ്ങനെ കാര്യമില്ല. പക്ഷെ എനിക്ക് 2 വീലറിനേക്കാൾ ഇഷ്ടം 4 വീലർ ഓടിക്കുന്ന. മനസ്സിലാവും. ഒരു 3 വർഷത്തിനിടയിൽ ഞാൻ ഓടിച്ചു കാണിച്ചുതരാം. ഓക്കെ? ഞങ്ങൾ 3 പേര് കൊടുക്കുന്നു. വേണം പകലാണ് ഞാൻ. ജയച്ചാച്ചനല്ല മൊത്തം, എനിക്കും കൂടാ. വൈകിട്ട് ഊണ് നോക്കിയത് ഊണ് നടക്കണം. ഇപ്പം തിന്നാലും ഊണ് നടക്കുള്ളൂ. രായൻ ചേട്ടൻ ഭയങ്കര ഫോൺ വിളിയാണ്. പടയ്ക്കുവേ അയ്യേ അയ്യേ ഇങ്ങോട്ട് കയറ്. മറ്റേ പോയി വന്നില്ലേ? ഇല്ല, ചെരുപ്പൊന്നും ഊരണ്ട, അങ്ങ് കയറിയോ. ഞാൻ ഇട്ടേ ബംഗാളിയാകുമ്പോ വൈറ്റിയേ ഇവിടെ വൈറ്റിയേ
അവിടെ വെട്ടിയേ ആരും കണ്ടേ പറയല്ലേ ഇവിടെ വെയിറ്റ് ബംഗാളിന്റെ രൂപ ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ നമുക്ക് തോന്നും തോന്നുന്നുണ്ട് അങ്ങനെയാണ് അതിന്റെ പേര് പണ്ടും തോന്നിയില്ല നമുക്ക് ഇത്ര പ്രായമല്ലേ പണ്ട് തോന്നിയില്ല പണ്ട് തോന്നിയില്ലല്ലോ ആ ഇപ്പഴാ അതെ. ഇപ്പൊ തോന്നും ബംഗാളിയായിട്ടൊക്കെ തോന്നും പണ്ട് പുറകെ നടന്നുകൊണ്ടിരുന്ന നമ്മുടെ കുഴപ്പമില്ല അവരുടെ പുറകെയല്ലേ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യക്കാരാണെങ്കിലും ഇവിടെയാണെങ്കിലും ബംഗാളിയുടെ പുറകെയല്ലേ ശ്യാംപോയി ജയച്ചാച്ചൻ പറഞ്ഞേ ശ്യാമളമ്മ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഫോണിലാന്ന്. ഇവിടെയാണല്ലോ. ഇവിടെ എങ്ങനെ ഫോൺ നോക്കുവോ ശ്യാമളമ്മ? ഞാൻ ആരെ ഇവിടെ ഫോണിലുണ്ട് ഏത് സമയം എനിക്ക് ഞാൻ കാണുമ്പോഴേ ഫോണില്ല അത് വേറെ കേസ് ചിലപ്പോ അവള് വിളിച്ച് പറയാനുണ്ടോ ഇവിടെ 4 പേരെ വിളിച്ചു, എല്ലാരും പറഞ്ഞു ശ്യാംപോയ്ക്ക് ഇത് രണ്ടിന്റെ ഇടയ്ക്ക് അവള് പറഞ്ഞു അവള് മാത്രം ചിലപ്പോൾ പറഞ്ഞു. നമുക്ക് നിലനിൽക്കണമല്ലോ. ഞാൻ ഫോണ് ആരെയും വിളിച്ച് ശ്യാമളക്ക് കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ല ഞാൻ സംസാരിക്കുന്ന എന്റെ നാട്ടുമാരുണ്ട്. ഐസ്ക്രീം പിള്ളേരോട് കൊടുത്തേ ആഹാ ആ അതാ എഞ്ചമ്മേ നാരായണി നാരായണി മക ഇങ്ങോട്ട് വരട്ടെ, അവിടെ വെക്കടി തുടക്കേ ഇവിടെ വെച്ചു. അങ്ങനെ നീ വന്നേ. തീർന്നു അഴിച്ചു നോക്കിയോ ഇല്ലില്ല അലിച്ചിട്ടില്ല. ആ ഏതായാലും പിന്നെ അവിടെ വെള്ളം കൊണ്ടല്ലേ. അത് തുടച്ചിട്ട് കൊടുക്കുന്നേ. അവരവിടെ പോയി. എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ ആ ഇപ്പൊ അവള് പോവും. എന്തിനാ വെറുതെ? ചോദ്യമൊക്കെ എളുപ്പമായിരുന്നു. ചോദ്യം എളുപ്പ ഉത്തരം മോശം. കൊച്ചിനെടുത്ത് കൂട്ടി ഞാൻ പൊട്ടിച്ചേരാം. അറിയത്തില്ല അതൊന്നുമല്ല. ഓരോന്ന് പണി അവള് ഒരു ഓട്ടോറിക്ഷ കിട്ടാ എന്നാ പാടാ എവിടെ? ഇവിടെ എല്ലാം മഴ പെയ്ത് പോയിരിക്കാം മദ്രാസിനൊക്കെ ഓട്ടോക്കാര് ചെറിയ ഓട്ടം പിടിക്കാൻ പോയി ഏറ്റവും കുറഞ്ഞ മദ്രാസ് കായങ്ങളാണ് നോക്കാന്ന് പറഞ്ഞു. ഞാൻ പൊന്നെ നോക്കിയത് മതി മുട്ടിച്ചെന്നിട്ട് ഒട്ടക്കത്തെ ഞാൻ അവിടെ പിടിച്ചോണ്ട് വന്നു ആ മേലേന്ന്. ആണോ? അന്ന് നമ്മള് കയറുന്നില്ലേ ഫസ്റ്റ് കയറ് ഞാനിപ്പോ പോവാന്നോ നിനക്കില്ല കേറി അവിടെ കയറുമ്പോഴത്തേക്ക് പഴയ പോലെ ഇരി ഞാൻ പറയും മാറ്റില്ലേ അവിടെ ഇരുന്നോ? ഫസ്റ്റ് കയറ് തട്ടി പോകും. അയ്യോ സ്വാമി മഴ എങ്ങനെ ഉണ്ടായിരുന്നു? പെയ്തോ? വലിയ മഴയല്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ആ നല്ല മഴ. കുറെ നേരം ചാറി. വലിയ കുഴപ്പമില്ല. കാഞ്ഞിരപ്പള്ളിയില് എന്റെ പിള്ളേരെ ഈ ഇതിപ്പം നല്ല കാര്യമുണ്ട് ഈ രാത്രിക്ക്. അതാ ഫ്രിഡ്ജിനകത്തോട് വെച്ചിട്ട് നാളെ എടുത്താൽ പോലെ ഇന്നും പൊരുമൊന്നും ഭയങ്കര മഴയായിരുന്നു. പെരുമഴ 2 ദിവസം മുമ്പ് ഇന്ന് പറഞ്ഞ കേട്ടില്ലേ? നിന്റെ കെട്ടിയവരോട് പറ ഫ്രിഡ്ജിന്റെ കാര്യം. അച്ഛനെ വിളിക്കാൻ ഞാൻ പറഞ്ഞു. അല്ലെന്ന് ഇങ്ങനെയുള്ള സംഗതി വരുമ്പോഴത്തേക്ക് അത് ഫ്രിഡ്ജിനകത്ത് വെക്കണ്ടതാ. ആ തരാമേ. മതി തിന്നത് ജയമേ ശ്യാമേ മൊത്തം സെലിബ്രം പറഞ്ഞില്ല. സെലിബ്രം പറഞ്ഞു. ആണോ മിടുക്കി. സെറിബ്രോ എന്ന് പറഞ്ഞു. ബയോളജി പറഞ്ഞു. എന്നാ വിളിച്ചോ. ബയോളജിയുടെ പേരാണ് സെലിബ്രം. അമ്മ വിളിച്ചോ. ഇത് നിങ്ങൾ രണ്ടുകൂടെ കഴിക്കണേ. ബയോളജിയുടെ പേരാണ് ഓ വേണ്ട, ഞാൻ കഴിച്ചോളാം. കള്ളു കുടിക്കുന്നവര് ഇത് കഴിക്കാൻ പാടില്ല. അത് ശരിയാ. നീ കഴിക്കരുത്. ഞാൻ കഴിച്ചില്ലോ. ശ്യാമളമ്മ കഴിക്കരുത്. ശ്യാമളമ്മ കഴിച്ചോ? അപ്പൊ ശ്യാമളമ്മ കഴിച്ചോ? നാരായണ ക്ലാസ് എടുത്ത കണ്ടോ കിഞ്ഞായി. പേരാണ് ഞങ്ങൾ ഊട്ടിക്ക് പോവാ. ഓ എന്നാ കഴിക്കാൻ ചോറ് കൊടുക്കടി. എന്നാ വേണ്ട. അങ്ങോട്ടിരാ. എന്തിനാ അങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്നാ ഞാൻ കഴിച്ചോടാ. നിനക്കോ? നീ പോയടി. എന്നാ ബംഗാളിയാ ശ്യാമളയല്ല പട്ടിരയാണ്. ശ്യാമളെ കുറിച്ച് അങ്ങനൊന്നും പറയത്തില്ല. അതിനാ ഓൺ ചോദിച്ചേക്കണേ. എന്നെ ഒന്നും പിടിച്ചേക്കണേ. ദൈവത്തെ